വിസ്മയ മോഹൻലാൽ നായികയായി എത്തുന്ന തുടക്കം. ജൂഡ് ആന്റണി ജോസഫിന്റെ സംവിധാനത്തിൽ വരുന്ന സിനിമ. ജൂഡ് ആന്റണി എന്ന സംവിധായകൻ മേലുള്ള വിശ്വാസം തന്നെയായിരിക്കും പല ആളുകളെയും ഈ ചിത്രം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. മാത്രമല്ല വിസ്മയ മോഹൻലാലിനെ കാണുക, മോഹൻലാലിൻ്റെ ക്യാമിയോ വേഷം എന്തായിരിക്കുമെന്ന് അറിയുക, അങ്ങനെ പല പല ഫാക്ടേഴ്സും ഉണ്ട്. നമുക്ക് ഈ സിനിമയെക്കുറിച്ചൊന്ന് സംസാരിക്കാം. തുടക്കം. വിസ്മയ മോഹൻലാൽ ആദ്യമായി നായികയായി എത്തുന്ന ചിത്രം. ഒരുപക്ഷെ വിസ്മയ സിനിമാ മേഖലയിലേക്ക് വരുമോ ഇല്ലയോ എന്ന് പോലും അറിയാതിരുന്ന ഘട്ടത്തിലേക്കാണ് വരുന്നത്. സംവിധായകനായിട്ട് ജൂഡ് ആന്റണി തന്നെ വരുമ്പോഴേക്കും 2018 സാറാസും മുത്തശ്ശി ഗതയും ഓം ശാന്തി ഓഷാനയും ഒക്കെ ചെയ്ത സംവിധായകൻ. 2018 ഇന്ത്യ ഒട്ടാകെ തന്നെ സംസാരിക്കപ്പെട്ട സിനിമ. അതിനുശേഷം പലവിധമായ ഓഫേഴ്സും ജൂഡ് ആന്റണിക്ക് വന്നിരുന്നു. ഹിന്ദിയിൽ നിന്നും ആയുഷ്മാൻ ഖുറാനയുമായിട്ടൊരു സിനിമ, തമിഴിൽ നിന്നും ശിവകാർത്തികേയനുമായിട്ടൊരു സിനിമ, മലയാളത്തിൽ ഒരു പക്ഷേ മോഹൻലാലുമായിട്ടായിരിക്കാം അടുത്ത സിനിമ തന്നെ വരാൻ പോകുന്നത്. അതിൻ്റെ തുടക്കമാകുമോ തുടക്കം എന്നൊക്കെ നോക്കാം. കഴിഞ്ഞ ദിവസം ജൂഡ് ആന്റണി ഇട്ടൊരു ഫോട്ടോ വളരെയധികം വൈറലായിരുന്നു. ജൂഡിനെ സുചിത്ര മോഹൻലാൽ ഒരു വാച്ച് സമ്മാനിച്ചു. ഏകദേശം ഒരു 5 ലക്ഷത്തിലധികം രൂപ വരുന്നൊരു വാച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് വാച്ചിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, പക്ഷേ മാർക്കറ്റ് റേറ്റ് ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വാച്ച് സുചിത്ര മോഹൻലാൽ സിനിമ കണ്ടതിന് ശേഷം സന്തോഷത്തോടു കൂടി ജൂഡ് ആന്റണി ജോസഫിന് സമ്മാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജൂഡ് തന്നെ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റാണ്. ആ പോസ്റ്റ് വളരെയധികം വൈറലായി മാറി. ജൂഡ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്നതും കൂടി പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ വിസ്മയ മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ റിലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അധികം ഒരു വലിയ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഡയറക്ടറിനെ കാണാൻ സാധിച്ചു. ആൻഡ് ഹീസ് ഫുള്ളി ഇൻ കോൺഫിഡൻസ്. ഈ സിനിമ ഹിറ്റ് അടിക്കും എന്നത് ജൂഡ് തന്നെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയും ചെയ്തു. ഇത് ഹിറ്റ് അടിക്കും എന്നത് ജൂഡിന് നല്ല ഉറപ്പുള്ളതുപോലെ സംസാരിക്കുന്നു. മീനു എന്ന കഥാപാത്രമായിട്ടാണ് വിസ്മയ എത്തുന്നത്. ഇതിൻ്റെ ട്രെയിലർ പുറത്തു വന്നിരുന്നു. ട്രെയിലർ ഗിവ്സ് എ ഹൈ, എ ഹോപ്പ്, എ കോൺഫിഡൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. സാധാരണ ഒരു ഫീൽ ഗുഡ് പടമല്ലാതെ കുറച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരുന്ന കാര്യം, വിസ്മയ്ക്ക് മലയാളം പറയുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ട്. വിസ്മയ്ക്ക് വേണ്ടി മറ്റൊരാളാണ് ഡബ് ചെയ്തേക്കുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിലും പല തവണ ടേക്കുകൾ പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഒരു പുതിയ നടി, പുതിയ നായിക, അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ടെൻഷനും ഒക്കെ ഉണ്ടാകും. പക്ഷേ എന്നാൽ പോലും അത് ബാക്ക് ചെയ്യാൻ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായ ആശീർവാദ് സിനിമാസ് ഒപ്പം ഉണ്ടായിരുന്നു. ആശിഷ് ജോ ആന്റണി എന്ന ആശീർവാദ് സിനിമാസിൻ്റെ സ്ഥാപകൻ, നേതാവ്, അല്ലെങ്കിൽ ഒരു താരമായി നിൽക്കുന്ന ആന്റണി പെരുമാറിൻ്റെ മകനാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. സായ് കുമാർ, മനോജ് കെ ജയൻ, അങ്ങനെ ഒരു വലിയ താരനിര സിനിമയിലെത്തുന്നുണ്ട്. മോഹൻലാൽ ക്യാമിയോ വേഷത്തിലെത്തുന്നുണ്ട്. 7-ാം തീയതി, അതായത് നാളെയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഒരു പക്ഷേ ഇത് 2 കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. വിസ്മയുടെ തുടക്കമാകുമോ എന്നതുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ. ചിത്രം സാധാരണ രീതിയിൽ തന്നെയാണ് ഷോകൾ ആരംഭിക്കുന്നത്. 9:30, 10 മണി, 10:30-ക്കൊക്കെയാണ് പല സെൻറ്റേഴ്സിലും ആദ്യ ഷോ ആരംഭിക്കുന്നത്. സാധാരണ നോർമലാണ്, അല്ലാതെ ഫാൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് 6 മണിക്കൊന്നും തുടങ്ങുന്നില്ല. മോഹൻലാലിൻ്റെ മകൾ എന്നുള്ള ലേബലിലല്ലാതെ മോഹൻലാലിൻ്റെ ലേബലിലൊന്നും സിനിമ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല. പല അഭിമുഖങ്ങളിലും മോഹൻലാൽ ഒപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ. എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതൊരു സാധാ ഫീൽ ഗുഡ് പടം മാത്രമായിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയാണ് നൽകുന്നത്. അങ്ങനെ ഒരു ഫീൽ ഗുഡ് മോഡലിലേക്കൊന്നും സിനിമ പോകുന്നില്ല. എന്തോ ഒളിപ്പിച്ചിരിപ്പുണ്ട് ഈ സിനിമ എന്നതും കൂടി പറയേണ്ടി വരും. മോയ്ത്തായൊക്കെ പഠിച്ച വ്യക്തിയാണ് വിസ്മയ. അതുകൊണ്ട് തന്നെ വിസ്മയുടെ ആക്ഷൻ രംഗങ്ങൾ കാണാനും കാത്തിരിക്കുന്നുണ്ട് ഒരു പറ്റം ആളുകൾ. ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഇൻസൈഡ് ടോക്സും അങ്ങനെ തന്നെയാണ്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. റൈറ്റേഴ്സിൽ നിന്ന് തുടങ്ങിയ ജൂഡ് ആന്റണി ജോസഫ്, അഖിൽ കൃഷ്ണ ആൻഡ് ലിനീഷ് നെല്ലിക്കൽ ആണ് ചെയ്തിരിക്കുന്നത്. അഖിലിൻ്റെ ഐഡിയയും ലിനീഷ് പിന്നെ സ്ക്രീൻ പ്ലേ ഒക്കെയും പിന്നെ ഓവറോൾ ആയിട്ട് ജൂഡ് നോക്കിയെന്നാണ് ഏറ്റവും ഒടുവിലത്തെ അഭിമുഖത്തിൽ ജൂഡ് പറഞ്ഞത്, ഇഫ് ഐ എം നോട്ട് റോങ്. ജേക്സ് ബിജോയ് ആണ് മ്യൂസിക് കമ്പോസിങ്. ജേക്സ് ബിജോയ്, ദ നെയിം ഇസ് എനഫ് എന്നൊക്കെ പറയുന്ന പോലെ ജേക്സിന് തന്നെ ഇനിയിപ്പോൾ ഓണത്തിന് വരാനുള്ള ഐ എം ഗെയിം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഖലീഫയുണ്ട്. ഈ 2 പടങ്ങളും ജേക്സിൻ്റെ ഉണ്ട്. ജേക്സാണ് ഈ പടത്തിൻ്റെ മ്യൂസിക് ചെയ്യുന്നത്. സിനിമാറ്റോഗ്രാഫി ജോമോൺ ടി ജോണും അഖിൽ ജോർജും ചേർന്നാണ്. അഖിൽ ജോർജ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ സിനിമാറ്റോഗ്രാഫി സുദീപ് ലെമൺ, എല്ലാം പേര് കേട്ടവരാണ്. അഖിൽ ജോർജ് തന്നെയാണ് 2018 സിനിമാറ്റോഗ്രാഫി ചെയ്തത്. 12ഓളം സിനിമാറ്റോഗ്രാഫേഴ്സിനടുത്ത് ജൂഡ് 2018 അപ്രോച്ച് ചെയ്തപ്പോഴേക്കും ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് 12 പേരും ബാക്ക് ഓഫ് ചെയ്തിട്ടാണ് അഖിൽ ജോർജിലേക്ക് വരുന്നത്. അഖിൽ ജോർജും ജോമോൺ ടി ജോമോനൊക്കെ ഇന്ന് പാൻ ഇന്ത്യൻ തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമാറ്റോഗ്രാഫേഴ്സ്. ചമൻ ചാക്കോ ആണ് എഡിറ്റർ. ചമൻ ചാക്കോ ഇന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് എഡിറ്റേഴ്സ് ഇൻ മോളിവുഡ് ആണ്. ബെസ്റ്റ് എഡിറ്റേഴ്സ്, വൺ ഓഫ് ദ പ്രോമിസിംഗ് ഒന്നുമല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് എഡിറ്റേഴ്സ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ലെറ്റ് ഇറ്റ് ബി ലോക, ഖലീഫ വരുന്നു, ഐ എം ഗെയിം വരുന്നു, ഇപ്പോൾ തുടക്കം വരുന്നു. ഈ ഐ എം ഗെയിം, തുടക്കം, ഖലീഫ, ഈ 3 പടത്തിലും ജേക്സും ചമനും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആലോചിക്കുക, ഒരു മാസത്തിൽ 3 സിനിമകളാണ് അവരുടേതായ റിലീസിനെത്തുന്നത്. ആക്ഷൻ കൊറിയോഗ്രാഫി, യാനിക് ബെനും സ്റ്റണ്ട് സിൽവയും കൂടെ ചേർന്നാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്നത്. പെരിസ എന്നമോ എറുക്ക്, അല്ലാതെ യാനിക് ബെനൊന്നും വരമാട്ടെ എന്നൊക്കെ പറയുന്ന പോലെയാണ്. യാനിക് ബെനൊക്കെ വരണമെങ്കിൽ ദേ ഷുഡ് ബി സംതിങ്, അല്ലാതെ ചുമ്മാ ഒന്നും ചെയ്യില്ലല്ലോ. അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. യാനിക് ബെൻ ആൻഡ് ഫിൽമോഗ്രഫി ഒക്കെ വരുന്നുണ്ട്. സന്തോഷ് രാമനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ. ഞാൻ പറയുന്നത്, ഇതിൽ ആരാ പുതിയ ആൾ? എല്ലാം എക്സ്പീരിയൻസ്ഡ്, വേഴ്സറ്റൈലായി നിൽക്കുന്ന ടെക്നീഷ്യൻസ് വരുന്നൊരു സിനിമ. ആകെ പുതുമുഖം എന്ന് പറയുന്നത് വിസ്മയും ആശിഷ് ജോ ആന്റണി മാത്രമാണ്. ആശിഷ് ആവട്ടെ എംപുരാനിലും ഉണ്ടായിരുന്നു, പക്ഷേ വിസ്മയ മാത്രമാണ്
ഇതിലൊരു ബാക്കി ഓൾ ബഞ്ച് ഓഫ് എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ്, എക്സ്പീരിയൻസ് ടെക്നീഷ്യൻസ് എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോക്സ് ഓഫീസ് വേർഡിക്റ്റ്. അതിനെപ്പറ്റി പറയാനൊന്നും ഞാനല്ല, പ്രതീക്ഷ വയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒരുപക്ഷെ മോഹൻലാൽ ആരാധകരൊക്കെ നല്ല രീതിയിൽ തുടക്കത്തിൽ സ്വീകരിക്കും, സിനിമയുടെ തുടക്കത്തിൽ അത് ഏറ്റുപിടിക്കും. പിന്നീട് അങ്ങോട്ട് മൗത്ത് പബ്ലിസിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വിസ്മയ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വിസ്മയ ഈ അഭിമുഖങ്ങളിലൊക്കെ നടത്തിയപ്പോൾ പോലും സോഷ്യൽ മീഡിയയിൽ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുമായിരുന്നു, പലയിടത്തു നിന്നും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് വരുന്നത്. അതായത് വിസ്മയുടെ ആറ്റിറ്റ്യൂഡ്, വിസ്മയ സംസാരിക്കുന്ന രീതി, വിസ്മയ ഷൈ ആവുന്നത്, വിസ്മയ വളരെ പെട്ടെന്ന് ആളുകളുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഇത് വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ, ആളുകളുടെ മനസ്സ് സ്നേഹം പിടിച്ചു പറ്റുന്ന രീതിയിൽ വിസ്മയ മാറി എന്ന് വേണം തന്നെ പറയാൻ. ആ ഒരു ഫെമിലിയാരിറ്റിയും അതോടൊപ്പം തന്നെ ആളുകളുടെ ഒരു സ്വീറ്റ്നെസ്സും പിടിച്ചു പറ്റാൻ വിസ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് ബോക്സ് ഓഫീസിൽ കൺവേർട്ട് ആവും എന്നല്ല ഞാൻ പറയുന്നത്. ബോക്സ് ഓഫീസിൽ കൺവേർട്ട് ആവുമെങ്കിൽ ഓബ്വിയസ്ലി സിനിമയ്ക്ക് നല്ലൊരു വേർഡ് ഓഫ് മൗത്ത് കിട്ടണം, അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. ഈ പ്രൊമോഷൻസിലൊക്കെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനീഷ്യൽ പുള്ളിയുടെ കാര്യം ഉണ്ടാവും, പക്ഷേ വേർഡ് ഓഫ് മൗത്ത് ഇസ് ദി അൾട്ടിമേറ്റം ഫോർ എനി ഫിലിം. ആ വേർഡ് ഓഫ് മൗത്ത് പിടിക്കാനുള്ള പരിപാടി അറിയാവുന്ന പണി അറിയാവുന്ന ആളുകളാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ ജൂഡ് ആൻ്റണിയുടെ ഫേസിലോ ഒന്നുമില്ല. ആൻഡ് ഇത് ലാൽ സാറിന് വേണ്ടിയിട്ടുള്ള ഗുരുദക്ഷിണയാണ് തുടക്കം എന്നാണ് ജൂഡ് ആൻ്റണി പറഞ്ഞത്. ജൂഡ് ആൻ്റണി ഒരു പക്ക ലാൽ ഫാൻ ബോയാണ്. അതുകൊണ്ട് തന്നെ ജൂഡും മോഹൻലാലും കൂടി ഒരുമിച്ച് വരുന്ന ഒരു സിനിമ വളരെ പെട്ടെന്നുണ്ടാവും. അതായത് തുടക്കം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ എഴുതി തരാം, തുടക്കം ഗംഭീരമായ ഒരു വിജയത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഉടനെ ജൂഡ് ആൻ്റണിയും മോഹൻലാലും തമ്മിലൊരു സിനിമ സൈൻ ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞാൽ വളരെ വേഗത്തിൽ അത് നടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ലാൽ സാറിന് വേണ്ടിയിട്ടൊരു സിനിമ ചെയ്യുക എന്നതിനേക്കാൾ ഉപരി വിസ്മയ്ക്ക് ലോഞ്ച് ചെയ്യുന്ന തരത്തിലുള്ളൊരു സിനിമ ഗംഭീരമാക്കുക എന്നത് ജൂഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എന്താ പറയുക, ഒരു പ്രതീക്ഷ മാത്രമല്ല, ഒരു ബേർഡനും കൂടിയാണ്. അത് ഗംഭീരമാകുമെന്നൊരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. സോ തുടക്കത്തിന് വേണ്ടി എത്ര പേർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നും കൂടി പറയുക.